ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് കേവലം അതിർത്തികൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിനല്ല, മറിച്ച് ആധുനിക മിസൈലുകളെക്കാളും വിമാനവാഹിനി കപ്പലുകളെക്കാളും കരുത്തുള്ള പച്ചക്കടലാസിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതൽ അമേരിക്കൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അവരുടെ യുദ്ധ കപ്പലുകൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന സാമ്പത്തിക ആയുധം കൊണ്ടാണ്. 2026 തുടക്കത്തിൽ നാം സാക്ഷ്യം വഹിക്കുന്നത് കേവലം സൈനിക നീക്കങ്ങൾക്കായിരുന്നില്ല, മറിച്ച് ഡോളർ ആധിപത്യം നിലനിർത്താൻ വൻ ശക്തികൾ നടത്തുന്ന സങ്കീർണമായൊരു കറൻസി യുദ്ധത്തിനാണ്. ലോകത്തെവിടെയും കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ കൈവശം ഡോളർ തന്നെ വേണം. ഈ നിബന്ധന വന്നതോടുകൂടി ലോകരാജ്യങ്ങൾ നിർബന്ധിതമായി ഡോളർ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. ഇതോടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ കടം വീട്ടാനായി അമിതമായി പണം അച്ചടിക്കാനും ഇത് ലോകമാകെ വിതരണം ചെയ്യാനും സാധിച്ചു. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ എക്സോർബിറ്റൻ പ്രിവിലേജ് എന്ന് വിളിക്കുന്നത്. എന്താണ് എക്സോർബിറ്റൻ പ്രിവിലേജ് എന്ന് നോക്കാം. അമേരിക്കൻ ഡോളറിന് ആഗോള സാമ്പത്തിക രംഗത്തുള്ള സമാനതകളില്ലാത്ത അധികാരത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണിത്. ലളിതമായി പറഞ്ഞാൽ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ലഭിക്കാത്ത ചില അമിത ആനുകൂല്യങ്ങൾ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ട്. ഈ സംവിധാനത്തിലൂടെ അമേരിക്ക തങ്ങളുടെ പണപ്പെരുപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ലോക ബാങ്ക്, IMF തുടങ്ങിയവയിലൂടെ ആഗോള സാമ്പത്തിക നയങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ കവചത്തിനു നേരിയ ഭീഷണി ഉയർത്തുന്ന സമയത്തെല്ലാം സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ അമേരിക്കൻ സൈന്യം കടന്നു കയറിയത് ചരിത്രം സാക്ഷിയാണ്. ഡോളറിന്റെ ഈ സിംഹാസനത്തെ ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം നേരിടേണ്ടി വന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ കൊടും ക്രൂരതകളാണ്. ഇറാഖിലെ സദ്ദാം ഹുസൈൻ 2000-ൽ തന്റെ രാജ്യത്തെ എണ്ണ വിപണനത്തിന് യൂറോ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. എന്നാൽ എണ്ണ വ്യാപാരം യൂറോയിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ച സദ്ദാം ഹുസൈനെ കൂട്ടനശീകരണ ആയുധങ്ങൾ എന്ന വ്യാജ ആരോപണത്തിൽ അമേരിക്കൻ സൈന്യം ഇല്ലാതാക്കുകയും ഇറാഖിനെ തകർക്കുകയും ചെയ്തത് ആയുധത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഡോളറിന് വേണ്ടിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ലിബിയയിലെ ഗദ്ദാഫി മുന്നോട്ട് വെച്ച ഗോൾഡൻ ദീനാർ എന്ന സ്വതന്ത്ര കറൻസി ആശയം ആഫ്രിക്കയെ പാശ്ചാത്യ സാമ്പത്തിക വലയത്തിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു. എന്നാൽ ആ സ്വപ്നത്തെ തകർക്കാൻ ലിബിയയെ ചോരയിൽ മുക്കിക്കൊണ്ട് നടത്തിയ ഇടപെടലുകൾ ആധുനിക കാലത്തെ ക്രൂരതയുടെ അടയാളങ്ങളാണ്. 2026-ൽ ഈ ക്രൂരതയുടെ പുതിയ മുഖങ്ങളാണ് ഇറാഖിലും വെനസ്വേലയിലും നമ്മൾ കണ്ടുവരുന്നത്. വെനസ്വേല പ്രസിഡന്റിനെ തടവിലാക്കാൻ അമേരിക്ക നടത്തുന്ന നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ പരിഹസിക്കുന്നതാണ്. സമാനമായി ഇറാനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ലോകത്തെ വിനാശത്തിന്റെ അരികിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുകയും ആ രാജ്യത്തിന്റെ ജനവാസ കേന്ദ്രങ്ങൾക്കും ഊർജ്ജ സ്രോതസ്സുകൾക്കും നേരെ തുടരുന്ന ബോംബാക്രമണങ്ങൾ ഡോളർ വിരുദ്ധ ചേരിയെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന അമേരിക്ക വിളിക്കുന്ന ഈ സൈനിക നീക്കം ഇറാന്റെ ഊർജ്ജ വിപണിയെയും അവരുടെ സ്വതന്ത്ര സാമ്പത്തിക നയങ്ങളെയും ഉന്നമിടുന്നതാണ്. സ്വന്തം കറൻസിയുടെ ആധിപത്യം നിലനിർത്താൻ ഒരു രാജ്യം ലോകത്തെ മുഴുവൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. മറ്റു രാജ്യങ്ങൾ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വെറും കടലാസ് കഷ്ണങ്ങൾ നൽകി വാങ്ങാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു എന്നതിനാൽ ഈ പദവിക്ക് ഭീഷണി ഉയരുമ്പോഴാണ് പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വലിയ യുദ്ധങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടാകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.